ഒരു പെൺകുട്ടിക്ക് ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്ത ചില കാര്യങ്ങളുണ്ട്. അതെന്താണെന്നല്ലേ, ഒരു പെൺകുട്ടി ഗർഭം ധരിച്ചത് മുതൽ പ്രസവിക്കുന്ന സമയം വരെ തൻ്റെ കൂടെ നിന്നവർ തന്നെ കുറ്റപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ ആ പെൺകുട്ടി ഒരിക്കലും അവരെ മറക്കൂല എന്നുള്ള സത്യം. കാരണം എന്ന് വെച്ചാൽ ഏറ്റവും കൂടുതൽ സംരക്ഷണവും സ്നേഹവും ചേർത്ത് പിടിക്കലും കിട്ടേണ്ടത് ഒരു ഗർഭസമയത്താണ്. ഒരു ഗർഭം ധരിച്ചത് മുതൽ പ്രസവിക്കുന്ന ആ ഒരു സമയം വരെ ഒരു പെൺകുട്ടിക്ക് കിട്ടേണ്ട സ്നേഹവും വാത്സല്യവും കിട്ടിയില്ലെങ്കിൽ ആ പെൺകുട്ടി അവരെ ഒരിക്കലും മറക്കൂല എന്നുള്ളതാണ്. അവരെ പിന്നെ ശത്രുക്കളായി ആ പെൺകുട്ടി കണ്ടു തുടങ്ങും എന്നുള്ള ഒരു കാര്യമാണ്. കാരണം എന്ന് വെച്ചാൽ നമ്മൾ ഒരു ഗർഭം ധരിക്കുന്നത് മുതൽ പ്രസവിക്കുന്ന സമയം വരെ ഒരു പെൺകുട്ടിയുടെ ശരീരത്തിൽ ഒരുപാട് ഹോർമോൺ വ്യത്യാസങ്ങൾ നടക്കുന്നുണ്ട്. അപ്പോൾ ആ പെൺകുട്ടിക്ക് ഒരുപാട് ദേഷ്യങ്ങൾ, അതുപോലെ എന്ത് കണ്ടാലും ദേഷ്യം തോന്നുന്നു എന്നുള്ളതൊക്കെ സ്വാഭാവികമാണ്. അപ്പോൾ ചുറ്റുപാടുള്ളവർ എന്താ അത് കണ്ടറിഞ്ഞ് പെരുമാറുക വേണ്ടത്. അപ്പോൾ ആ പെൺകുട്ടിയെ ചേർത്ത് പിടിക്കുകയാണ് വേണ്ടത്, അല്ലാതെ ആ പെൺകുട്ടിയെ കുറ്റപ്പെടുത്തുകയല്ല വേണ്ടത്. പ്രസവിച്ച സമയത്തുണ്ടല്ലോ, പ്രസവിച്ച് കഴിഞ്ഞ സമയത്ത് ഒരു പെൺകുട്ടി ചിലപ്പോൾ രാത്രി സമയത്ത് ഒരുപാട് ആ പ്രസവിച്ച എല്ലാവർക്കും അറിയാൻ പറ്റും. കാരണം എന്ന് വെച്ചാൽ എത്രത്തോളം വേദനാജനകമായ കാര്യങ്ങളിലൂടെയാണ് പ്രസവം കഴിഞ്ഞ് ഒരു പെൺകുട്ടി കടന്നു പോകുന്നത്. അത് സിസേറിയൻ ആയാലും സുഖപ്രസവം ആയാലും ഒക്കെ എങ്ങനെയൊക്കെ തന്നെ ആയാലും ആ പെൺകുട്ടി അനുഭവിക്കുന്ന വേദനകൾ ഒരുപാടാണ്. അപ്പോൾ ആ വേദനകൾക്കിടയിലും രാത്രിയിൽ ആ പെൺകുട്ടി ആ കുഞ്ഞിനെ പാലൂട്ടി എത്ര സമയം ഇരിക്കുന്നുണ്ടാവും? ചില സമയത്ത് 12 മണിയായിരിക്കാം വരെ ആയിരിക്കാം, അല്ലെങ്കിൽ പുലരും വരെ ആയിരിക്കാം. ആ സമയത്ത് എപ്പോഴും ആ പെൺകുട്ടി ഒന്ന് ഉറങ്ങിപ്പോയി കഴിഞ്ഞാൽ രാവിലെ ചിലപ്പോൾ എണീക്കാൻ താമസിച്ച് പോകുമ്പോൾ ചുറ്റുപാടുമുള്ളവർ ആ പെൺകുട്ടിയെ കുറ്റപ്പെടുത്തും. നിനക്ക് ഒരു പ്രസവം കഴിഞ്ഞ പെണ്ണല്ലേ നീ എന്തേ ഉറങ്ങി എണീക്കാത്തത്, നീ എന്തേ ഉറങ്ങി എണീക്കാൻ താമസിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് മുഖം വീർപ്പിച്ച് ആ പെൺകുട്ടിയുടെ മുമ്പിൽ നിന്നിട്ടുണ്ടെങ്കിൽ അവരെ ആ പെൺകുട്ടി ജീവിതകാലത്ത് ഒരിക്കലും മറക്കൂല എന്നുള്ള സത്യം അറിയുക. കാരണം എന്ന് വെച്ചാലുണ്ടല്ലോ, ഏറ്റവും കൂടുതൽ ഒരു ആൾക്കാരുടെ സ്നേഹവും സംരക്ഷണവും കിട്ടേണ്ടത് ആ പെൺകുട്ടിക്ക് ആ ഒരു സമയങ്ങളിലാണ്. അപ്പോൾ ആ പെൺകുട്ടി തീരുമാനിക്കുന്ന കാര്യം എന്താണെന്നറിയോ? ഇതുപോലുള്ള സന്ദർഭങ്ങൾ ഇനി ഉണ്ടായാൽ, അല്ലെങ്കിൽ ഏതെങ്കിലും ആപത്ഘട്ടങ്ങൾ ഉണ്ടായാൽ എൻ്റെ വേണ്ടപ്പെട്ടവർ, എന്നെ കുറ്റപ്പെടുത്തിയവരൊന്നും എനിക്ക് വേണ്ട. കാരണം എൻ്റെ ഭർത്താവോ അല്ലെങ്കിൽ ഞാനോ മാത്രം മതി. എൻ്റെ ഈ വേദനകളിലൂടെ കടന്നു പോകാൻ അവരെ ഒന്നും ആവശ്യം എനിക്ക് വേണ്ട. കാരണം ഏറ്റവും കൂടുതൽ സംരക്ഷണവും സ്നേഹവും കിട്ടേണ്ട സമയത്ത് ഇവർ എന്നെ കുറ്റപ്പെടുത്തി, എൻ്റെ കുറ്റങ്ങൾ കണ്ടുപിടിച്ചു, നിസ്സാര കാര്യങ്ങൾക്ക് എന്നെ കുറ്റം പറഞ്ഞു, എൻ്റെ കണ്ണിലെ വെള്ളം പോയി. ആ ഒരു വേദന ആ പെൺകുട്ടിക്ക് ഒരിക്കലും മറക്കാൻ പറ്റില്ല കൂട്ടുകാരെ. കാരണം വെച്ചാൽ ഒരു ഗർഭിണി ആയിരിക്കുന്ന സമയം മുതൽ പ്രസവിച്ച് കഴിഞ്ഞ ആ ഒരു ദിവസം വരെ ആ പെൺകുട്ടിയുടെ ഉള്ളിൽ സ്നേഹമാണ് കിട്ടേണ്ടത്. ആ കിട്ടേണ്ട സമയത്ത് കുറ്റപ്പെടുത്തലുകളാണ് കിട്ടുന്നത്. കാരണം വെച്ചാൽ ഉറങ്ങി എണീക്കാൻ താമസിക്കുന്നത്, അങ്ങനെ ഇങ്ങനെ 100 കുറ്റങ്ങളായിരിക്കാം പറയുന്നത്. അതൊക്കെ കേൾക്കുമ്പോൾ വളരെയധികം വേദന അനുഭവിക്കുന്ന ഒരുപാട് പെൺകുട്ടികൾ നമ്മുടെ സമൂഹത്തിലുണ്ട്. അപ്പോൾ ആ പെൺകുട്ടി ഉള്ളിൽ തീരുമാനിക്കുന്നൊരു കാര്യം എന്താണെന്നറിയോ? ഇനി എനിക്ക് എന്ത് ആപത്ഘട്ടം വന്നാലും ഈ എന്നെ കുറ്റപ്പെടുത്തിയ ആരായാലും ഞാൻ അവരെ ഒന്നും വിളിക്കൂല, എൻ്റെ വേദനകളൊന്നും ഞാൻ അവരെ അറിയിക്കൂല. എൻ്റെ ഭർത്താവ് മതി എൻ്റെ കൂടെ, അല്ലെങ്കിൽ ഞാൻ വിളിക്കുന്ന എൻ്റെ ദൈവം ഉണ്ടാവും എൻ്റെ കൂടെ എന്ന് ആ പെൺകുട്ടി തീരുമാനപ്പെടുത്തിയാൽ പിന്നെ ആ പെൺകുട്ടിയെ കുറ്റപ്പെടുത്താൻ ആർക്കും അവകാശമില്ല. കാരണം ഏറ്റവും കൂടുതൽ വേദനയും സ്നേഹവും ആ സമയത്ത് കിട്ടിയാൽ ജീവിതകാലം മുഴുവൻ ആ പെൺകുട്ടി അത് മനസ്സിൽ വെച്ചുകൊണ്ട് നിൽക്കും. എത്ര ആ മനസ്സിൽ നിന്ന് മാറ്റാൻ നോക്കിയാലും ആ വേദന ഒരിക്കലും ആ പെൺകുട്ടിയുടെ മനസ്സിൽ നിന്ന് പോകില്ല. കാരണം ഈ സമൂഹത്തിൽ ഒരുപാട് പെൺകുട്ടികൾ അങ്ങനെ അനുഭവിച്ചിട്ടുണ്ടാവും. അങ്ങനെ അനുഭവിച്ചവർ ഈ വേദന അവർക്ക് മനസ്സിലാവും. കാരണം ഏറ്റവും കൂടുതൽ സ്നേഹം കിട്ടേണ്ട സമയം ഒരു ഗർഭം മുതൽ പ്രസവ സമയം വരെ ഉള്ള കാര്യമാണ്. അത് എല്ലാവരും അറിഞ്ഞു കൊള്ളേണ്ട ഒരു കാര്യമാണ്.